ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ് ഉദാഹരണം സുജാത. ഉദാഹരണം സുജാതയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് സുജാത എന്നാണ്. സുജാത നമ്മുടെ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ വീടുകളിൽ സഹായിക്കാൻ വീട്ടുജോലിക്ക് പോകുന്ന ഒരു വളരെ സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ്. സുജാതയുടെ ജീവിതത്തിൻ്റെ കഥയാണ് ഈ സിനിമയിൽ. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് പുതുമുഖ സംവിധായകനായ ശ്രീ ഫാൻറ്റം പ്രവീണാണ്. ഇത് നിർമ്മിക്കുന്നത് ചാർലി പോലെയുള്ള ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാക്കളായ ജോജുവും മാർട്ടിൻ പ്രക്കാട്ടും ചേർന്നാണ്. മാർട്ടിനും അനുരാഗ കരിക്കിൻ വെള്ളത്തിൻ്റെ തിരക്കഥാകൃത്തായ ശ്രീ നവീൻ ഭാസ്കറും ചേർന്നാണ് ഇതിൻ്റെ തിരക്കഥയും എഴുതിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെ അവരിലൊരാളായിട്ട്. ഏറ്റവും എല്ലാവർക്കും ഈ സിനിമ രൂപപ്പെട്ട് വരുന്ന രീതിയിൽ ഒരുപാട് സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തെ ഷൂട്ടിങ്ങും കൂടെ ബാക്കിയുണ്ട്. ഞങ്ങളെല്ലാവരും ഏറ്റവും പ്രതീക്ഷയോടെ ഞങ്ങളെല്ലാവരും എല്ലാ പ്രതീക്ഷകളും അർപ്പിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ഉദാഹരണം സുജാത. ഇതിൽ ഒരുപാട് ഏകദേശം 20 വർഷത്തിന് ശേഷം ഞാൻ ഒരേ ഫ്രെയിമിൽ നിൽക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളായ ശ്രീ നെടുമുടി വേണുവേട്ടനോടൊപ്പം. വേണുവേട്ടൻ്റെ കൂടെ ഞാൻ ഏറ്റവും അവസാനം അഭിനയിച്ചത് ദയയിലാണ്. അത് 1997 അതിനുശേഷം ഇപ്പോൾ 2017 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ മഹാനടൻ്റെ കൂടെ ഒരു ഫ്രെയിമിലിരിക്കാനുള്ള ഭാഗ്യവും ഈ സിനിമ എനിക്ക് തന്നു. അതുപോലെ തന്നെ ഇതിൽ മറ്റ് ഒരുപാട് നല്ല അഭിനേതാക്കളുണ്ട്. ജോജു ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്യുന്നുണ്ട്. മമത ഒരു വളരെ പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ ഉപരി ഒരുപാട് നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ടുള്ള കുട്ടികൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഉപരി ഇതിൻ്റെ കഥ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നെടുംതൂണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കൗതുകവും രസവും അത് തന്നെയാണ്. അത് സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഈ സിനിമയുടെ വലിയൊരു ഭാഗം ചിത്രീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ ചെങ്കൽച്ചൂള കോളനിയിലാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ളൊരു സ്നേഹവും സഹകരണവും ഞങ്ങളിവിടെ ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്തു. അപ്പോഴൊക്കെ ഇവിടെയുള്ള ഓരോ വീട്ടുകാരുടെയും എന്നെ സ്വന്തം വീട്ടിലൊരാളായിട്ട് കണ്ടിട്ടാണ് ഇവിടെയുള്ളവരെല്ലാവരും ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വീട്ടിലേക്ക് പോകണ്ട, ഇവിടെ താമസിക്കാം എന്ന് പറഞ്ഞിട്ടാണ്. ഒരുപാട് സ്നേഹമുള്ള അമ്മൂമ്മമാരും അമ്മമാരും ചേച്ചിമാരും ഒരുപാട് സഹോദരങ്ങളും എല്ലാവരും ഞങ്ങളെ ഏറ്റവും സുരക്ഷിതമായിട്ട് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള രീതിയിൽ ഈ ഷൂട്ടിംഗ് പൂർത്തീകരിക്കാനായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ഉദാഹരണം സുജാത എന്ന സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രം ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ആണ്. ഒരു ഫ്രണ്ട്ലി അപ്പിയറൻസ് വേണമെങ്കിൽ പറയാം. ഒരു കളക്ടറിൻ്റെ റോളാണ് ഞാൻ ചെയ്യുന്നത്. ആൻഡ് മൈ നെയിം ഇസ് സഫിയ. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഞാൻ വിശദമായി പറയുന്നില്ല. പക്ഷെ ഒരു അമ്മ മകൾ മഞ്ജു ചേച്ചിയും അവരുടെ മകളായിട്ട് അഭിനയിക്കുന്ന അഷ്മിയ എന്നാണ് പേരെന്ന് തോന്നുന്നു. ഇവർ രണ്ടുപേരും ചേർന്ന് അഭിനയിക്കുന്ന സിനിമയാണ്. സോ ഒരു അമ്മ മകൾ വളരെ ബുദ്ധിമുട്ടി മകളെ വളർത്തുന്ന ഒരു അമ്മയുടെ ബുദ്ധിമുട്ടുകൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഫിലിമാണ്. സോ ആ മകളെ വളർത്താൻ വേണ്ടിയിട്ട് മകളിനൊരു എന്താ പറയുക ഒരു ലക്ഷ്യം എന്നൊന്നും പറയാൻ ജീവിതത്തിലില്ല. അപ്പോൾ അവരുടെ ലൈഫിൽ വളരെ കോയിൻസിഡൻ്റലി വരുന്ന ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ഒരു ഫാക്ടറായിട്ടാണ് എൻ്റെ ക്യാരക്ടർ. അതാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പിവറ്റൽ റോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വളർന്നു വന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ആരാധിക്കുന്ന ഒരു ആക്ട്രസ്സാണ്. അവരുടെ തിരിച്ചുവരവ് ഉണ്ടായത് കാരണം എനിക്ക് അവരുടെ കൂടെ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി. ഞാൻ ഒരുപാട് ഇൻസ്പിറേഷൻ ഡ്രോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മഞ്ജു ചേച്ചി. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് എ ഗ്രേറ്റ് ടീം ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം. ഈ ഒരു സിനിമ ചെയ്യുന്നത് കാരണം എനിക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ട്രിവാൻഡ്രത്ത് രാജാജി കോളനി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ ഇടയുണ്ടായി. അവിടുത്തെ ആൾക്കാരായിട്ട് അവരുടെ പ്രശ്നങ്ങൾ സത്യം പറഞ്ഞാൽ ഈ റോളിലൂടെ തന്നെ എനിക്ക് അവിടെ നിൽക്കുന്ന ജനത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാൻ പറ്റി എന്താണെന്ന്. നമ്മളൊക്കെ ഐ വിൽ സേ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാരാണ്. ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇതുപോലെയുള്ള ഏരിയാസിൽ വന്ന് ഷൂട്ട് ചെയ്യുമ്പം അതിനൊരു പ്രത്യേക തരത്തിലുള്ള ഒരു റിയലൈസേഷൻ നമുക്കുണ്ടാവുന്നുണ്ട്. നമ്മൾ എത്രമാത്രം ഭാഗ്യം ചെയ്തവരാണ്. ആൻഡ് അവർക്ക് കുടിവെള്ള പ്രശ്നം മാത്രമല്ല, ടോയ്ലറ്റ് സൗകര്യങ്ങൾ അവർക്ക് വീട്ടിൽ ഇല്ല എന്നൊക്കെ അവിടുത്തെ ജനം ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ഷൂട്ടിംഗ് അവിടെ ചെയ്തത് കൊണ്ട് അവർക്കൊരു അറ്റൻഷൻ കിട്ടുമോ, ഈ ഒരു സിനിമയിലൂടെ തന്നെ
ജനം ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് സർക്കാരൊക്കെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് അവർക്ക് വേണ്ട ഇതിനുള്ള നടപടികൾ എടുക്കുമോ എന്നുള്ളൊക്കെ ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് അവർ എൻ്റെ അടുത്ത് ആ പ്രശ്നങ്ങൾ പറഞ്ഞത്. ഞാൻ എന്നും ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നത് പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഹൃദയത്തിന് ശരിക്കും പറയാൻ അവർക്ക് വേണ്ടി ഫീൽ ചെയ്തു. സോ ഐ ഓൺലി ഹോപ്പ് ദാറ്റ് നമ്മുടെ സിസ്റ്റം എന്തെങ്കിലുമൊക്കെ ഒന്ന് നന്നായി ഒന്ന് പുരോഗമിച്ച് ആൾക്കാരുടെ ബേസിക് ആയിട്ടുള്ള നെസസിറ്റീസാണ് ഈ കുടിവെള്ളം, മാലിന്യ പ്രശ്നം, ടോയ്ലറ്റിൻ്റെ ഫെസിലിറ്റീസ്, ഇതൊക്കെ ഒരു വീട്ടിൽ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്, ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ ഇലക്ട്രിസിറ്റി, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇതൊക്കെ ഒന്ന് നികത്തിയിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റ് ഭരിക്കുന്ന ഗവൺമെൻറ്റിനോട് ഫീൽ ചെയ്തേനെ. ഇതൊന്നും കാണാതെ പോകരുത് എന്ന് മാത്രം എനിക്ക് ഈ ഒരു അവസരത്തിൽ അപേക്ഷിക്കാൻ തോന്നുന്നു. താങ്ക് യു വെരി മച്ച്.